Good morning friends. Garam Masala'യുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒരു പുട്ടാണ്. 100% ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള പുട്ടാണ് ഇത്. കീറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡിഷാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഇത് ഉപയോഗിക്കാം. കോളിഫ്ലവറിന്റെ ഗ്രെയിൻസും അതുപോലെ തന്നെ തേങ്ങയും ചേർത്താണ് ഈ പുട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പുട്ടും കടലയും എല്ലാമാണ് സെർവ് ചെയ്യാറ്. LCHFൽ കടലയോ പഴമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുട്ടിനെ ബീഫ് വരട്ടിയതിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് വരട്ടിയതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ എടുക്കാം. ഈ കോളിഫ്ലവറിനെ ചെറിയ ഫ്ലോററ്റ്സ് ആയി മുറിച്ചതിനു ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് അടച്ചു വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് വേംസ് എല്ലാം ഉണ്ടാകും. ഇതെല്ലാം പോകുന്നതിന് വേണ്ടിയാണ്. നന്നായി കഴുകിയെടുത്ത കോളിഫ്ലവർ ആണിത്. ഇനി ഇതിന്റെ മുകളിലെ ഫ്ലവർ മാത്രം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റർ ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഫുഡ് പ്രോസസറും ഉപയോഗിക്കാം. ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ പോർഷൻ ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് മുകളിലെ ഫ്ലവർ മാത്രം ഉപയോഗിച്ചാൽ മതി. അടിയിലോട്ടുള്ള സ്റ്റെം ഉപയോഗിക്കരുത്. സ്റ്റെം ഉപയോഗിക്കുകയാണെങ്കിൽ കോളിഫ്ലവറിന്റെ സ്മെല്ല് വരും. ഇതുപോലെ ഫ്ലവറിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇങ്ങനെ മുഴുവൻ ഫ്ലവർ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഫുഡ് പ്രോസസർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്റ്റെം മുറിച്ച് മാറ്റിയതിനു ശേഷം വേണം നമുക്ക് ഫ്ലവർ എടുക്കാൻ. അതിനെ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറുതായി വരണം ഇത്. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ആണിത്. കോളിഫ്ലവറിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇത് 15 മിനിറ്റോളം ചൂടുവെള്ളത്തിലിരുന്ന കോളിഫ്ലവർ ആണ്. എന്നാലും ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. കോളിഫ്ലവറിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ചു വരട്ടെ. അരിപ്പയുടെ മുകളിൽ ഞാൻ ഒരു കോട്ടന്റെ തുണി വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തിളച്ച കോളിഫ്ലവറിനെ ഒഴിക്കാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിതിനെ നന്നായി പിഴിഞ്ഞെടുക്കാം. ഇതിലെ വെള്ളം മുഴുവൻ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ കോളിഫ്ലവർ കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. നന്നായി പിഴിഞ്ഞെടുക്കാം. നമ്മുടെ കീറ്റോ പുട്ടിന് വേണ്ടിയിട്ടുള്ള പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് തേങ്ങ കൂടെ ചേർക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ആവശ്യാനുസരണം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയിൽ ഒരുപാട് ഫാറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാറ്റ് റിച്ച് ആയിരിക്കും തേങ്ങ ചേർത്താൽ. സാധാരണ പുട്ടുപൊടി പോലെ തന്നെ ആയിട്ടുണ്ട്. ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ നല്ല ഷേപ്പ് ആയിരിക്കും. ഉടച്ചെടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. പുട്ടിന്റെ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മൗൾഡോട് കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് കൂടെ തേങ്ങ എടുക്കുന്നുണ്ട്. പുട്ടിന്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പുട്ടിന്റെ മൗൾഡിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം. ഇനി നമുക്ക് കുറച്ച് കോളിഫ്ലവർ ഇടാം. 1-2 പിടി കോളിഫ്ലവറിന്റെ പുട്ടുപൊടി ഇടാം. ഇതിന്റെ മുകളിൽ വീണ്ടും നമുക്ക് തേങ്ങ ഇടാം. വീണ്ടും നമുക്ക് കോളിഫ്ലവർ ഇടാം. ഇങ്ങനെ ഈ മോൾഡ് നിറച്ച് കോളിഫ്ലവറും തേങ്ങയും ഇടണം. ഏറ്റവും മുകളിലായി കുറച്ച് തേങ്ങ ഇടാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പുട്ടിന്റെ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം തേങ്ങ ഇടാൻ. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റോളം മതിയാകും. ഈ പുട്ടിന്റെ മോൾഡിന്റെ മുകളിലൂടെ സ്റ്റീം ഒന്ന് വന്നാൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുട്ടിനെ ഞാൻ കേരള സ്റ്റൈൽ ബീഫ് വരട്ടിയതിന്റെ കൂടെ സെർവ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് വരട്ടിയതാണ് ഇത്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മൗൾഡിൽ നിന്ന് എടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത പുട്ടും തയ്യാറാക്കി എടുക്കണം. കീറ്റോ അല്ലെങ്കിൽ LCHF റെസിപ്പി ഫോളോ ചെയ്യുന്ന 3 പേർക്ക് നന്നായി കഴിക്കാനുണ്ടായിരിക്കും ഈ പുട്ടും ബീഫ് വരട്ടിയതും. നമ്മുടെ കീറ്റോ ഫ്രണ്ട്ലി 100% ഗ്രെയിൻ ഫ്രീ കേരള സ്റ്റൈൽ പുട്ട് തയ്യാറായിട്ടുണ്ട്.
ഞാൻ ഇതിനെ ബീഫ് വരട്ടിയതിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.